ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദീക്ഷ ക്ലാസ് റൂം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു വരുന്നത് കഴിഞ്ഞ തവണ NTA നെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത എന്നാൽ കഴിഞ്ഞ തവണ NTA നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഏതായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്കീംസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയിംസ് ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ട്സ് ദാറ്റ് ആർ സോഷ്യലി റെലവെന്റ്, ലോക്കലി നീഡ് ബേസ്ഡ് ആൻഡ് നാഷണലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗ്ലോബലി സിഗ്നിഫിക്കൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമുക്ക് 4 സ്കീം തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സ്പാർക്ക്, ഓപ്ഷൻ ബി സ്ട്രൈഡ്, ഓപ്ഷൻ സി ഇംപ്രസ്, ഓപ്ഷൻ ഡി സ്റ്റാർസ്. ഈ 4 സ്കീമുകൾ, ഇത് 4 സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 സ്കീംസ് ആണിത്. ഇതിൽ ഏത് സ്കീമാണ് പിന്നെ സപ്പോർട്ടീവ് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ട്, ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എയിം ആയിട്ടുള്ളത് ഇതിലെ ഏത് സ്കീമാണ് എന്നുള്ളതാണ് ചോദ്യം. ആ സ്കീമിന്റെ തന്നെ മറ്റു ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്കീം സോഷ്യലി റെലവെന്റ് ആയിരിക്കണം, അത് ലോക്കലി നീഡ് ബേസ്ഡ് ആയിരിക്കണം, നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഗ്ലോബലി സിഗ്നിഫിക്കൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഏതാണ് എന്നറിയുമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താം. അതല്ല, നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യുവാൻ കൂടുതൽ സമയം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനും കൂടുതൽ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സമയമെടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഏതായാലും നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ സ്ട്രൈഡ് എന്നുള്ളതാണ് ആൻസർ. സ്ട്രൈഡ് എന്ന സ്കീമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ എയിം ഓഫ് ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ട്. അപ്പൊ മറക്കരുത്, സ്ട്രൈഡ് എന്ന സ്കീം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുക. എയിം ഓഫ് ദ സ്ട്രൈഡ് സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അടുത്തൊരു തവണ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സ്ട്രൈഡ് സ്കീമിന്റെ എയിം എന്നുള്ളത് ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ട്, ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രൈഡ് സ്കീമിന്റെ എയിം എന്നുള്ളത്. അതുപോലെ തന്നെ സ്ട്രൈഡ് സ്കീമുകളിൽ ഭാഗമായിട്ടുള്ള റിസർച്ച് പ്രൊജക്ട്സുകൾ എന്നുള്ളത് സോഷ്യലി റെലവെന്റ് ആയിരിക്കണം, സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിലെ റിസർച്ച് നടത്തുന്നതിലാണ് പിന്നെ സ്ട്രൈഡ് സ്കീം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാമൂഹിക പ്രസക്തി പോലെ തന്നെ ലോക്കലി നീഡ് ബേസ്ഡ്, നമ്മുടെ ലോക്കലി നീഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഷണൽ ഇമ്പോർട്ടൻസ്, നമ്മൾ ചെയ്യുന്ന ഈ സ്ട്രൈഡിന്റെ ഭാഗമായി ചെയ്യുന്ന റിസർച്ച് പ്രൊജക്റ്റുകൾ നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രസക്തി ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു സവിശേഷത. അതുപോലെ തന്നെ ഗ്ലോബലി സിഗ്നിഫിക്കൻറ്റ്, അതായത് നാഷണൽ ഇമ്പോർട്ടൻസ് മാത്രമല്ല, ലോകതലത്തിൽ ഗ്ലോബലി അതെന്തായിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ മറക്കരുത്, സ്ട്രൈഡ് സ്കീമിനെ കുറിച്ച് ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുക അതിന്റെ എയിം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുതാം ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്ട് എന്നുള്ളതാണ് അതിന്റെ എയിം. അതുപോലെ അതിന്റെ മറ്റു സവിശേഷതകളാണ് സോഷ്യലി റെലവെന്റ്, ലോക്കലി നീഡ് ബേസ്ഡ്, നാഷണലി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഗ്ലോബലി സിഗ്നിഫിക്കൻ്റ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത തവണ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഈ താഴെ തന്നിട്ടുള്ള ഈ 4 സ്കീമിന്റെ ഫുൾ ഫോംസ് എന്തൊക്കെയാണ് എന്ന് ചിലപ്പോൾ ചോദിക്കുക. സ്പാർക്ക് സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാം, സ്ട്രൈഡ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാം, ഇംപ്രസ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സ്റ്റാർസ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ട്രൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കണോമി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയാം, ഒരിക്കലും മറക്കരുത്, അടുത്ത തവണ സ്ട്രൈഡ് സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എഴുതുക സ്ട്രൈഡ് സ്റ്റാൻഡ്സ് ഫോർ സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കണോമി എന്നുള്ളതാണ്. അതുപോലെ സ്പാർക്ക് സ്റ്റാൻഡ്സ് ഫോർ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ എന്നുള്ളതാണ്. സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇംപ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നതാണ്. ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റാർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കീം ഫോർ ട്രാൻസ്ലേഷണൽ ആൻഡ് അക്കാഡമിക് റിസർച്ച് ഇൻ സയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക, ഈ 4 സ്കീമും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ 4 സ്കീമും
റിലേറ്റഡ് ടു റിസർച്ച് പ്രൊജക്ട്സ്. ഓക്കെ, ഈ 4 സ്കീമും റിസർച്ച് പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. അതിൽ സ്ട്രൈഡ് നമ്മൾ പറഞ്ഞു ടു സപ്പോർട്ട് ഇന്നോവേറ്റീവ് റിസർച്ച് പ്രൊജക്റ്റ് ആണ്. അതുപോലെ ഇംപ്രസ് നമ്മൾ പറഞ്ഞു സോഷ്യൽ സയൻസിലെ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാർസ് നമ്മൾ പറഞ്ഞു സയൻസിലെ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഏതായാലും അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. അസർഷനും തന്നിട്ടുണ്ട്, റീസണും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ആദ്യം നമുക്ക് അസർഷൻ എന്താണെന്ന് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ കൺസിഡേർഡ് എലൈറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അതിലെ എലൈറ്റ് ഉന്നത അധികാര സ്ഥാപനങ്ങളിൽ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അസർഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ റീസണിൽ പറയുന്നത് ഡിസ്പൈറ്റ് ദെയർ എലീറ്റിസ്റ്റ് ഇമേജ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡു നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ ദ ടോപ്പ് ഓർഡർ ഓഫ് ഇന്റർനാഷണൽ റാങ്കിങ്. ഇന്ത്യയിലെ എലൈറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എങ്കിലും ഡു നോട്ട് ഫൈൻഡ് പ്ലേസ് ഇൻ ദ ടോപ്പ് ഓർഡർ ഓഫ് ഇന്റർനാഷണൽ റാങ്കിങ്. അത് ഇന്റർനാഷണൽ റാങ്കിങ്, ലോകത്തിലെ മൊത്തം യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ മൊത്തം കോളേജുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മളുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നിലാണ്. നമ്മൾ മുൻനിരയിൽ സ്ഥാനം കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ മുൻനിരയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്ഥാനം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് റീസൺ ആയിട്ട് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഓപ്ഷൻ എയിൽ പറയുന്നത് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അസർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്നാണ്. നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് അസർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിന്റെ ആൻസറിലേക്ക് പോവാം. നമുക്കറിയാം ഇതിന്റെ ആൻസർ നമ്മൾ ആദ്യം തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ചിന്തിക്കുകയോ ടൈം കളയുകയോ ചെയ്യേണ്ടതില്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്കറിയാം ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. അസർഷൻ ശരിയാണ്, അതുപോലെ തന്നെ റീസണും ശരിയാണ്. പക്ഷേ റീസൺ ഈസ് ദ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റീസൺ എന്നുള്ളത് എന്തല്ല, അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. അസർഷനിൽ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ കൺസിഡേർഡ് എലീറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഒബീവിയസ്ലി അതിൽ നമുക്കൊരു സംശയവും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയിലെ അക്കാഡമിക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അക്കാഡമിക് അച്ചീവ്മെന്റ്സിന്റെയും മറ്റ് ഏതൊരു എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എലീറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. അതുകൊണ്ട് അസർഷൻ എ കറക്റ്റ് ആണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഡിസ്പൈറ്റ് ദെയർ elitist image these institutions do not find place in the top order of international ranking എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇന്റർനാഷണൽ റാങ്കിങ്ങിന്റെ മുൻനിരയിൽ ഇതുവരെ ഇടം കണ്ടെത്തിയിട്ടില്ല, സ്ഥാനം കണ്ടെത്തിയിട്ടില്ല, പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് കറക്റ്റ് ആണ്. പക്ഷേ ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മുൻനിരയിൽ ഇല്ല എന്നുള്ളതല്ല ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എലീറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നതിന്റെ കാരണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതിന്റെ മുൻനിരയിൽ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇല്ല എന്നുള്ളതല്ല ഇന്ത്യയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൺസിഡേർഡ് ആസ് എലീറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതിന്റെ കാരണം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അസർഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്. പക്ഷേ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റി കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കമ്മ്യൂണിറ്റി കോളേജുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു തരത്തിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുവേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി കോളേജ്
എൻഷുർ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ലൈഫ് സ്കിൽ എൻഗേജ്മെന്റ്, 2 ലാറ്ററൽ എൻട്രി ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, 3 എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റൂറൽ സ്റ്റുഡൻസ്, 4 പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ടു ദ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ്, ആൻഡ് അഞ്ചാമത്തത് എക്സ്പാൻഷൻ ഓഫ് ലോക്കൽ കോളേജസ്, ആൻഡ് 6th one പ്രിപ്പയറിംഗ് ദ യൂത്ത് ഫോർ ലോവർ ലെവൽ എംപ്ലോയ്മെന്റ് മാർക്കറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നത്, ഉറപ്പ് തരുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നത് ഓൺലി 1, 2 and 3 എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 2, 3 and 4 എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് 3, 4 and 5 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 4, 5 and 6 എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ നമുക്കറിയാം, നമ്മൾ കമ്മ്യൂണിറ്റി കോളേജിനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നത് ലൈഫ് സ്കിൽ എൻഗേജ്മെന്റ് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നുണ്ട്. ലാറ്ററൽ എൻട്രി ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതും കമ്മ്യൂണിറ്റി കോളേജസ് എൻഷുർ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റൂറൽ സ്റ്റുഡൻസ് എന്നുള്ളതും കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുക കമ്മ്യൂണിറ്റി കോളേജ് ഡസ് നോട്ട് എൻഷുർ എന്നായിരിക്കും. കമ്മ്യൂണിറ്റി കോളേജ് താഴെ പറയുന്നവർ എൻഷുർ ചെയ്യാത്തത് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അടുത്ത തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രൊവൈഡിംഗ് എംപ്ലോയ്മെന്റ് ടു ദ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് എന്നുള്ളത് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്ന ഒന്നല്ല. എക്സ്പാൻഷൻ ഓഫ് ലോക്കൽ കോളേജസ് എന്നുള്ളതും കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നതല്ല. പ്രിപ്പയറിംഗ് ദ യൂത്ത് ഫോർ ലോവർ ലെവൽ എംപ്ലോയ്മെന്റ് മാർക്കറ്റ് എന്നുള്ളതും കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്ന, ഉറപ്പ് തരുന്ന കാര്യങ്ങളല്ല. മറിച്ച് ലൈഫ് സ്കിൽ എൻഗേജ്മെന്റ്, ലാറ്ററൽ എൻട്രി ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റൂറൽ സ്റ്റുഡൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ എന്നാണ് ഈ കമ്മ്യൂണിറ്റി കോളേജ് പോലെയുള്ള സ്കീം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജ് സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. ഇൻ ദ ഇയേഴ്സ് ഓഫ് 2014 and 15 the government of India, the MHRD Ministry of Human Resources and Development has introduced the scheme of community college. അപ്പോൾ മറക്കരുത്, 2014-2015 കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MHRD കമ്മ്യൂണിറ്റി കോളേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം, അന്നത്തെ ഒരു ഇന്ത്യയുടെ വിദ്യാഭ്യാസ പരിസരത്തിൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും അതുപോലെയുള്ള വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഇത്രയും എഡ്യൂക്കേഷനിൽ പുരോഗതിയിലെത്തി അല്ലെങ്കിൽ പുരോഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ച് 2000-2010 കാലഘട്ടങ്ങൾ, ആ ഒരു സമയം എന്നുള്ളത് സ്കിൽഡ് സ്റ്റുഡൻസിന്റെ അഭാവം വല്ലാതെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നേരെ വന്ന വലിയൊരു ആരോപണങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ വസ്തുതകളിൽ ഒന്ന് എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളിൽ സ്കില്ല് കുറവാണ് എന്നുള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു അക്കാഡമിക് സിസ്റ്റവും അക്കാഡമിക് സ്ട്രക്ചറും നമുക്ക് ആവശ്യമുള്ള അത്ര സ്കിൽഡ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ ഒരു വലിയൊരു വിദ്യാഭ്യാസ പ്രശ്നം എന്നുള്ളത്. അതിനെ അഡ്രസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്കില്ലിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെ MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി കോളേജ് എന്നുള്ളത്. അതിന്റെ ഒന്നാമത്തെ ഒരു എയിം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്നത് എന്നുള്ളത് ടു എൻഹാൻസ് ആൻഡ് ഡെവലപ്പ് സ്കിൽസ് എമംഗ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. സ്റ്റുഡൻസുകൾക്കിടയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, സ്റ്റുഡൻസിന്റെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് എൻഷുർ ചെയ്യുന്ന ഒന്ന്. രണ്ടാമത് ലാറ്ററൽ എൻട്രി ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ് എന്ന് മനസ്സിലാക്കി ആ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള എൻട്രി ലാറ്ററൽ ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു കമ്മ്യൂണിറ്റി കോളേജ് എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഒന്നാണ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റൂറൽ സ്റ്റുഡൻസ്. നമ്മൾ എന്തൊക്കെ വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർബൻ സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ അർബൻ ഏരിയയിലെ സ്റ്റുഡൻസിനെയും റൂറൽ ഏരിയയിലെ സ്റ്റുഡൻസിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അർബൻ ഏരിയയിലെ സ്റ്റുഡൻസിന് കിട്ടുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന ഒരു സംവിധാനങ്ങളും ഫെസിലിറ്റീസും ഒന്നും റൂറൽ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് റൂറൽ സ്റ്റുഡൻസിനും അർബൻ സ്റ്റുഡൻസിനെ പോലെ തന്നെ റൂറൽ സ്റ്റുഡൻസിനും എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആക്കണം എന്നുള്ളതും കമ്മ്യൂണിറ്റി കോളേജുകളുടെ ഒരു ലക്ഷ്യങ്ങളിൽ പെട്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി കോളേജുകളെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുക. കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ കമ്മ്യൂണിറ്റി കോളേജുകളെ കുറിച്ച് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കോളേജിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം
വളരെ സിമ്പിൾ ആണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ IT Act 2000 വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം? നമുക്കറിയാം, നമ്മൾ 2000 ഒരു IT ആക്ട് ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ IT ആക്ടിൽ സൈബർ ടെററിസത്തെ പണിഷ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ പറയുന്നത് സെക്ഷൻ 45F എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സെക്ഷൻ 66B എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് 66F ആണ്. ഓപ്ഷൻ ബിയിൽ 66B ആയിരുന്നു. ഓപ്ഷൻ സിയിൽ 66F ആണ്. ഓപ്ഷൻ ഡിയിൽ 67B ആണ്. നമുക്ക് ഏതാണ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, IT ആക്ട് 2000 സൈബർ ടെററിസത്തെ പണിഷ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 66F എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, IT ആക്ട് ചിലപ്പോൾ അടുത്ത തവണ അവർ ചോദിക്കുക എന്നാണ് IT ആക്ട് ഇനാക്ട് ചെയ്തത് എന്നതായിരിക്കും. എന്നാണ് IT ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, IT ആക്ട് നിലവിൽ വന്നത് 2000 ഈ 2000 IT ആക്ടിൽ സൈബർ ടെററിസത്തെ പണിഷ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന സെക്ഷൻ എന്നുള്ളത് സെക്ഷൻ 66F ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. സൈബർ ടെററിസത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. നമുക്കറിയാം, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെയും ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന എല്ലാവിധ കാര്യങ്ങളും സൈബർ ടെററിസത്തിന്റെ ഭാഗമാണ്. അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 66F ആസ് പെർ IT ആക്ട് 2000 എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ചോദ്യമാണിത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു വട്ടം കൂടി വായിച്ച് ആലോചിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കമന്റ് ചെയ്യാം. നമുക്ക് ഏതായാലും അടുത്ത അവസാനത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. UGC CARE has been set up for promoting UGC University Grants Commission CARE Consortium for Academic and Research Ethics എന്നുള്ളതാണ്. ഹാസ് ബീൻ സെറ്റപ്പ് ഫോർ പ്രൊമോട്ടിംഗ് ക്വാളിറ്റി റിസർച്ച്, അക്കാഡമിക് ഇന്റഗ്രിറ്റി, പബ്ലിക്കേഷൻ എത്തിക്സ്, ഇൻക്ലൂഷൻ ആൻഡ് ആക്സസ്, ഇന്റർനാഷണൽ കൊളാബറേറ്റീവ് റിസർച്ച്. ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് UGC CARE പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഓൺലി 1, 2, 3 and 5, and option B only 2, 3 and 4, and option C only 1, 3 and 5, and option D only 1, 2 and 3. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. UGC CARE ഹാസ് ബീൻ സെറ്റപ്പ് ഫോർ പ്രൊമോട്ടിംഗ്, നമുക്കറിയാം, ക്വാളിറ്റി റിസർച്ച്. UGC CARE പ്രൊമോട്ട് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്ന് അത് ക്വാളിറ്റി റിസർച്ചിലെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് അക്കാഡമിക് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തേത് പബ്ലിക്കേഷൻ എത്തിക്സ് ഉണ്ടാവുക, നമ്മുടെ പബ്ലിക്കേഷനിലൊക്കെ എത്തിക്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഹാസ് ബീൻ സെറ്റപ്പ് ഫോർ പ്രൊമോട്ടിംഗ് ക്വാളിറ്റി റിസർച്ച്, അക്കാഡമിക് ഇന്റഗ്രിറ്റി, പബ്ലിക്കേഷൻ എത്തിക്സ് എന്നുള്ളതാണ്. ആൻഡ് ഇൻക്ലൂഷൻ ആൻഡ് ആക്സസ് എന്നുള്ളതും ഇന്റർനാഷണൽ കൊളാബറേറ്റീവ് റിസർച്ച് എന്നുള്ളതും UGC CARE സെറ്റപ്പ് ചെയ്യുന്നതിന് പിന്നിലുള്ള ഒരു ഘടകമല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ CARE എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പം അടുത്ത തവണ CARE സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറയാൻ മതി. അപ്പോൾ UGC എന്താണെന്ന് നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നുള്ളതാണ്. CARE എന്ന് പറഞ്ഞത്, CARE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ CARE സ്റ്റാൻഡ്സ് ഫോർ കൺസോർഷ്യം ഫോർ അക്കാഡമിക് ആൻഡ് റിസർച്ച് എത്തിക്സ് എന്നുള്ളതാണ് CARE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വരും വീഡിയോകളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ പിന്തുടരുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. താങ്ക്